നമസ്തേ, ഞാൻ ഡോക്ടർ റോഷിത. ഡോക്ടർ റോഷിതാസ് വുമൻസ് ഹെൽത്ത് ക്ലിനിക്ക്, കാസർഗോഡ്. നമ്മൾ ഇന്ന് ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഇവിടെ ന്യൂട്രീഷൻ എക്സിബിഷൻ നടത്തുന്നുണ്ട്. നമ്മളിവിടെ പല സ്ത്രീകളിലും ഇന്ന് നിത്യേന കണ്ടുവരുന്ന PCOD, PCOS, എൻഡോമെട്രിയോസിസ്, ഫൈബ്രോയിഡ് ഇങ്ങനെ കണ്ടുവരുന്ന അസുഖങ്ങളും പിന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കാരണം സംഭവിക്കുന്ന അസുഖങ്ങൾ, എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ ഫുഡ്, അതായത് നമ്മൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ക്രമീകരണത്തിലൂടെയാണ് ഈ അസുഖങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. PCOD പോലുള്ള അസുഖങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിലൂടെ മാറ്റാൻ പറ്റും. ഭക്ഷണ ക്രമീകരണവും അതോടൊപ്പം യോഗയും, ഇത് രണ്ടുമാണ് നമ്മളിവിടെ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. ഇന്ന് ഈ എക്സിബിഷനിൽ നമ്മൾ ഈ അസുഖങ്ങൾക്ക് വേണ്ട ഭക്ഷണക്രമങ്ങളുടെ എക്സിബിഷനും അതോടൊപ്പം ഒരു അവയർനെസ് സെഷനും യോഗ സെഷനും പേഷ്യൻസിന് വേണ്ടി എടുത്തു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളൊരു ഹെൽത്തി സ്നാക്സ്, ഇന്നിവിടെ എക്സിബിഷൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം പലതരം ചെറുധാന്യങ്ങളാണ്, മില്ലറ്റ്സ്. ഈ വർഷം മില്ലറ്റ് ഇയർ ആണല്ലോ, അപ്പോൾ ഈ മില്ലറ്റ് ഇയറോടനുബന്ധിച്ച് നമ്മൾ പലതരം മില്ലറ്റ്സിൻ്റെ അവിലുകളുടെ പ്രദർശനം നടത്തുന്നുണ്ട്. ഈ ചെറുധാന്യങ്ങൾ നമ്മൾ അരിയാഹാരം ഇപ്പോൾ കൂടുതലായി നമ്മൾ കേൾക്കുന്നു, കാർബ്സ് കുറച്ചുകൊണ്ടുള്ള ഡയറ്റ്. അപ്പോൾ ഈ അരിയും ഗോതമ്പൊക്കെ കുറച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് മില്ലറ്റ്സ്. ഇവിടെ നമ്മൾ ഇത് ഇന്ന് എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമുക്കിന്ന് ഇവിടെ പലതരത്തിലുള്ള മില്ലറ്റ്സ് ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരിയും ഗോതമ്പിനും പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ധാന്യങ്ങളാണ് ചെറുധാന്യങ്ങൾ. ഇതാണ് ലിറ്റിൽ മില്ലറ്റ്. ഇതിൻ്റെ തന്നെ അവിലും ഉണ്ട്. അത് നമുക്കപ്പം സ്നാക്സ് പോലെ അവിൽ ഉപ്മാവോ അല്ലെങ്കിൽ സാധാരണ അവിൽ കുഴച്ചോ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇത് നമ്മുടെ സാധാരണയായി കണ്ടുവരുന്ന മുത്താറിയുടെ അവിലാണ്. ഇതുപോലെ എല്ലാം ഇവിടെ ബ്രൗൺ ടോപ്പിൻ്റെ അവിലുണ്ട്. ബ്രൗൺ ടോപ്പ് എന്നുള്ള മില്ലറ്റ് നമുക്ക് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. ഇന്ന് സാധാരണയായി കണ്ടുവരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോൺ പ്രശ്നങ്ങൾക്ക് വളരെ നല്ലൊരു ഡിഷസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ധാന്യമാണ് ഈ ചെറുധാന്യം. ഇതാണ് നമ്മൾ ഇന്നത്തെ എക്സിബിഷനിലെ പ്രധാന വെറൈറ്റി ഐറ്റം. നമ്മുടെ ക്ലിനിക്കിലെ പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്രഗ്നൻസി യോഗയ്ക്കാണ്. അപ്പോൾ പ്രഗ്നൻസി യോഗയിൽ നമ്മൾ ഭക്ഷണക്രമവും പ്രത്യേകം പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമ്മൾ ഇന്ന് പ്രഗ്നൻസി ഒരു അസുഖമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ പ്രഗ്നൻസി സുഖകരമായി ആരോഗ്യപ്രദമായ ഒരു പ്രഗ്നൻസി കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിനും യോഗയ്ക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സ്പെഷ്യൽ ഡയറ്റാണ് ഇവിടെ ഉള്ളത്. പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾ സലാഡ്, പിന്നെ ഒരു ഹെൽത്തി സ്നാക്സും ഉണ്ട്. പിന്നെ മില്ലറ്റിൻ്റെ കഞ്ഞിയും. മില്ലറ്റ് കഞ്ഞി പ്രഗ്നൻസി ലാസ്റ്റ് ആകുമ്പോഴേക്കും, ഡെലിവറി ടൈം ആകുമ്പോഴേക്കും ഈ മില്ലറ്റ് കഞ്ഞി കഴിക്കുകയാണ്. രാത്രി ലഘുഭക്ഷണമായി നമ്മൾ മില്ലറ്റ് കഞ്ഞി ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസവം വളരെ അനായാസം നടക്കുകയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം ഹോസ്പിറ്റലിൽ ചിലവഴിക്കേണ്ട ആവശ്യം വരില്ല. പെട്ടെന്ന് തന്നെ കുഞ്ഞിന് പുറത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മാജിക് ഐറ്റമാണ് മില്ലറ്റ് കഞ്ഞി. ഈ മില്ലറ്റ് കഞ്ഞി നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ മില്ലറ്റ് കൊണ്ടുണ്ടാക്കുന്ന കഞ്ഞിയാണ്. ഏത് തരം മില്ലറ്റ്സ് വെച്ചും നമുക്ക് കഞ്ഞി ഉണ്ടാക്കാവുന്നതാണ്. ഇന്ന് ഗർഭകാലത്ത് കണ്ടുവരുന്ന അധികമായി കാണുന്ന ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് ഡ്യൂറിങ് പ്രഗ്നൻസി, അതിനും വളരെ നല്ല സബ്സ്റ്റിറ്റ്യൂട്ടാണ് മില്ലറ്റ്സും. അതുപോലെ നമ്മൾക്കൊരു ഭക്ഷണക്രമത്തിലൂടെ നമുക്ക് ഷുഗർ ലെവൽസ് കുറയ്ക്കാനും സഹായിക്കും. നമുക്ക് മരുന്നുകളില്ലാതെ തന്നെ പ്രഗ്നൻസിയിൽ കണ്ടുവരുന്ന പല തൈറോയ്ഡ് അല്ലെങ്കിൽ അധികമായി കണ്ടുവരുന്ന ബ്ലഡ് പ്രഷർ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ലളിതമായ ഭക്ഷണക്രമത്തിലൂടെ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ 1 മണിക്കൂർ പ്രഗ്നൻസി യോഗയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത, ഡോക്ടർ റോഷിതാസ് വുമൻസ് ഹെൽത്ത് ക്ലിനിക്കിൻ്റെ മെഡിക്കൽ ഓഫീസറാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഈയിടെയായിട്ട് കൂടുതൽ കണ്ടുവരുന്ന PCOD, ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയോസിസ് എന്നീ അസുഖങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ് കാരണം വരുന്ന ഈ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഡയറ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ക്യാരറ്റ് ദോശ നമ്മൾക്ക് നമ്മളെ ബ്ലീഡിംഗ് ഒക്കെ കൂടുതലായി ഉണ്ടെങ്കിൽ ആ ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കും. മെൻസ്ട്രേഷൻ്റെ ടൈമിൽ, പീരീഡ്സ് ടൈമിലുള്ള ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ റെഗുലേറ്റ് നമ്മളെ ഹോർമോണൽ ബാലൻസിന് സഹായിക്കും. വിറ്റമിൻ A, വിറ്റമിൻ C എന്നീ കണ്ടൻസ് ഉള്ളതുകൊണ്ട്
ക്യാരറ്റ് ദോശ PCODക്ക് നല്ലതാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് പേരക്ക ചട്നി അല്ലെങ്കിൽ ഗോവ ചട്നി കൂടെ കഴിക്കാം. ഗോവ നമ്മുടെ ഫൈബർ കണ്ടൻറ്റ് കൂടുതലുണ്ട്, അതുപോലെ പൊട്ടാസ്യം മഗ്നീഷ്യം കണ്ടൻസ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് PCODക്ക് നല്ലതാണ്. അതുപോലെ പപ്പായ സ്മൂത്തി ബ്ലീഡിങ് അതുപോലെ ക്രാംസ്, പീരീഡ്സ് ടൈമിലുള്ള വേദന, വയറുവേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യും. ഒരു പ്രോപ്പറായ നോർമലായ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് പപ്പായ സ്മൂത്തി നമുക്ക് നല്ലതാണ്, PCOD ഉള്ളവർക്ക് നല്ലതാണ്. അതുപോലെ കുമ്പളങ്ങ പച്ചടി. കുമ്പളങ്ങ എന്ന് പറയുന്നത് അതൊരു ആൽക്കലൈൻ കണ്ടൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മുടെ ബോഡിയിലെ അസിഡിക് കണ്ടൻസ് കുറച്ച് നമ്മുടെ ബോഡി ഹീറ്റ് ആവുന്നതിൽ നിന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ബോഡി കൂടുതൽ കൂളാക്കി വെക്കാൻ പറ്റും, നമ്മളെ ഹോർമോണൽ ബാലൻസിന് സഹായിക്കും. അങ്ങനെ കുമ്പളങ്ങ പച്ചടി PCODക്ക് കഴിക്കാവുന്നതാണ്. പിന്നെയുള്ളത് മില്ലറ്റിൻ്റെ പായസം. മില്ലറ്റ് പായസത്തിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ മില്ലറ്റ്സിൻ്റെ കഞ്ഞി, അതുപോലെ മില്ലറ്റ്സ് വിഭവങ്ങൾ കൂടുതൽ കഴിക്കുന്നത് PCODക്ക് നല്ലതാണ്. വെയ്റ്റ് ലോസും PCODയുടെ കൂടെ നല്ല അമിത വണ്ണമുള്ളവർക്ക് വണ്ണം കുറക്കാനായിട്ടും മില്ലറ്റ്സ് സഹായിക്കും. ನಾನು ಡಾಕ್ಟರ್ ವಜ್ರಾಕ್ಷಿ ಯು, ಡಾಕ್ಟರ್ ರೋಷಿತಾಸ್ ವುಮೆನ್ಸ್ ಹೆಲ್ತ್ ಕ್ಲಿನಿಕಲ್ಲಿ ಮೆಡಿಕಲ್ ಆಫೀಸರ್. ಇವತ್ತು ನಾನು ಹೈಪರ್ ಟೆನ್ಷನ್, ರಕ್ತದೊತ್ತಡದ ಸಮಸ್ಯೆಗೆ ಬೇಕಾಗಿರುವಂತಹ ನಾವು ಮಾಡಬೇಕಾದಂತಹ ಕೆಲವೊಂದು ಆಹಾರ ಪದ್ಧತಿಗಳು, ನಾವು ಮಾಡಬೇಕಾದಂತಹ ಕೆಲವೊಂದು ರೆಸಿಪೀಸ್ ಆರ್ ಫುಡ್ ಐಟಮ್ಸ್ ಯಾವುದೆಲ್ಲ ಅಂತ ಪ್ರಿಪೇರ್ ಮಾಡಿ ತೋರಿಸ್ತಾ ಇದ್ದೀನಿ ಇವತ್ತು. ಫಸ್ಟ್ ಒನ್ ಬೀಟ್ರೂಟ್ ದೋಸೆ ಅಂತ ಹೇಳ್ತೀವಿ. ಬೀಟ್ರೂಟ್ ಯೂಸ್ ಮಾಡ್ಕೊಂಡು ಮಾಡುವಂತಹ, ಸಾಮಾನ್ಯವಾಗಿ ನಾವು ಹೇಗೆ ನೀರು ದೋಸೆ ಮಾಡ್ತೀವಿ ಅದೇ ಥರ ಬೀಟ್ರೂಟ್ ಯೂಸ್ ಮಾಡ್ಕೊಂಡು ಮಾಡುವಂಥ ದೋಸೆಯನ್ನು ನಾವು ಬೀಟ್ರೂಟ್ ದೋಸೆ ಅಂತ ಹೇಳ್ತೀವಿ. ಇದರಲ್ಲಿ ನೈಟ್ರಿಕ್ ಆಕ್ಸೈಡ್ ಕಂಟೆಂಟ್ ತುಂಬ ಜಾಸ್ತಿ ಅಂಶದಲ್ಲಿ ಇರೋದ್ರಿಂದ ಇದು ನಮ್ಮ ಬ್ಲಡ್ ಪ್ರೆಷರನ್ನು ನಾರ್ಮಲ್ ಆಗಿ ಮೇಂಟೈನ್ ಮಾಡಲಿಕ್ಕೆ ಇದು ಹೆಲ್ಪ್ ಮಾಡುತ್ತೆ. ಹಾಗೆ ಅದರ ಜೊತೆ ಬ್ರಾಹ್ಮಿ ಚಟ್ನಿ ಅಂತ ಹೇಳ್ತೀವಿ. ನಮ್ಮದು ಒಂದೆಲಗವನ್ನು ಯೂಸ್ ಮಾಡಿಕೊಂಡು ಮಾಡುವಂತಹ ಚಟ್ನಿ ಬ್ರಾಹ್ಮಿ ಚಟ್ನಿ. ಇದರಲ್ಲಿ ಕೂಡ ನೈಟ್ರಿಕ್ ಆಕ್ಸೈಡ್ ಕಂಟೆಂಟ್ ತುಂಬಾ ಅಧಿಕ ಅಂಶದಲ್ಲಿ ಇರೋದ್ರಿಂದ ಇದು ಕೂಡ ನಮ್ಮ ಬ್ಲಡ್ ಪ್ರೆಷರ್ನ ಮೇಂಟೈನ್ ಮಾಡೋಕ್ಕೆ ತುಂಬ ಹೆಲ್ಪ್ ಆಗುತ್ತೆ. ಹಾಗೆ ಸಲಾಡ್ಸ್, ಹಾರ್ಟ್ ಸಲಾಡ್, ಇದರಲ್ಲಿ ನಾವು ವಾಟರ್ ಮೆಲನ್, ಪೈನಾಪಲ್ ಇಂತಹ ಫ್ರೂಟ್ಸ್ನ ಯೂಸ್ ಮಾಡ್ತೀವಿ. ವಾಟರ್ ಮೆಲನ್ ಅಂತ ಹೇಳಿದ್ರೆ ಕಲ್ಲಂಗಡಿ, ಇದರಲ್ಲಿ ನೀರಿನ ಅಂಶವು ತುಂಬ ಅಧಿಕವಾಗಿರೋದ್ರಿಂದ ಇದು ನಮ್ಮ ಬಾಡಿಯಲ್ಲಿ ಡಯೂರೆಟಿಕ್ ಆಗಿ ಹೆಲ್ಪ್ ಆಗುತ್ತೆ ಹಾಗೂ BP ನಾರ್ಮಲೈಸ್ ಮಾಡೋಕ್ಕೆ ಸಹಾಯಕವಾಗಿದೆ. ಪೈನಾಪಲ್ ಇದೊಂದು ಫ್ರೂಟ್, ಇಲ್ಲಿ ಪೊಟ್ಯಾಷಿಯಮ್ ಲೆವೆಲ್ ತುಂಬಾ ಜಾಸ್ತಿ ಆಗಿರೋದ್ರಿಂದ ಸೋಡಿಯಂ ಲೆವೆಲ್ನ ತುಂಬಾ ಕಡಿಮೆ ಮಾಡಿ ನಾರ್ಮಲೈಸ್ ಮಾಡೋಕ್ಕೆ ಇದು ಹೆಲ್ಪ್ ಮಾಡುತ್ತೆ. ಹಾಗೂ ತುಂಬ ವೆಜಿಟೇಬಲ್ಸ್ ಲೈಕ್ ಇವಾಗ ಕ್ಯಾರೆಟ್ ಆಗಿರ್ಬೋದು, ಕ್ಯಾಪ್ಸಿಕಮ್ ಆಗಿರೋದು, ಯಾವುದೇ ವಿವಿಧ ಥರದ ವೆಜಿಟೇಬಲ್ಸ್ ನಮಗೆ ನಮ್ಮ ಬಾಡಿಯಲ್ಲಿ ಡಯಟ್ರಿ ಫೈಬರ್ಸ್ ಆಗಿ ಹೆಲ್ಪ್ ಮಾಡುತ್ತೆ. ಈ ಡಯಟ್ರಿ ಫೈಬರ್ಸ್ ನಮ್ಮ ಬ್ಲಡ್ ಪ್ರೆಷರ್ನ ನಾರ್ಮಲೈಸ್ ಮಾಡೋಕ್ಕೆ ಹೆಲ್ಪ್ ಮಾಡುತ್ತೆ. ಇನ್ನೊಂದು ಐಟಮ್ ಅಂತ ಹೇಳಿದ್ರೆ ರಾಗಿ ಲಡ್ಡು ಅಂತ ಹೇಳ್ತೀವಿ. ರಾಗಿ ಅಂತಂದರೆ ಇದರಲ್ಲಿ ತುಂಬ ಲೋ ಲೆವೆಲ್ ಆಫ್ ಕೊಲೆಸ್ಟ್ರಾಲ್ ಮತ್ತು ಸೋಡಿಯಂ ಅಂಶ ತುಂಬಾ ಕಡಿಮೆ ಇರೋದ್ರಿಂದ ನಮ್ಮ ಹೆಲ್ತಿಗೆ ತುಂಬಾ ಎನರ್ಜಿನೂ ಕೊಡುತ್ತೆ ಹಾಗೂ ತುಂಬಾ ಸಹಾಯಕವೂ ಆಗಿರುತ್ತೆ. ಸೊ ಇದು ಹೈಪರ್ ಟೆನ್ಷನ್ ಕಂಡೀಷನ್ಸಲ್ಲಿರುವವರಿಗೆ ಒಂದು ಏನು ಹೇಳ್ಬೋದು, BP ನಾರ್ಮಲೈಸ್ ಮಾಡುವಂತಹ ಒಂದು ಡೈಲಿ ಯೂಸ್ ಮಾಡುವಂತಹ ಒಂದು ಆಹಾರ ಕ್ರಮವೂ ಹೌದು. ನಾನು ಡಾಕ್ಟರ್ ಸುರಕ್ಷಾ ರೈ ಅಂತ. ನಾನು ಇಲ್ಲಿ ರೋಷಿತಾಸ್ ವುಮೆನ್ಸ್ ಹೆಲ್ತ್ ಕ್ಲಿನಿಕಲ್ಲಿ ಮೆಡಿಕಲ್ ಆಫೀಸರಾಗಿ ವರ್ಕ್ ಮಾಡ್ತಿದ್ದೇನೆ. ಇವತ್ತು ವರ್ಲ್ಡ್ ಹಾರ್ಟ್ ಡೇ ಆಗಿರೋದ್ರಿಂದ ಇಲ್ಲಿ ನ್ಯೂಟ್ರಿಷನ್ ಎಕ್ಸಿಬಿಷನ್ ಅಂತ ಮಾಡಿದ್ದೇವೆ. ಅದರಲ್ಲಿ ಬೇರೆ ಬೇರೆ ರೋಗಗಳಿಗೆ ಆಹಾರ ಪದ್ಧತಿ ಹೇಗೆ ತಗೊಳ್ಬೇಕು ಅಂತ ನಾವು ಕೆಲವು ಡಿಶಸ್ ಮಾಡಿಟ್ಟಿದ್ದೇವೆ. ಈಗ ಮೊದಲಾಗಿ ಶುಗರ್ ಸ್ಮಾರ್ಟ್ ಸಲಾಡ್ ಅಂತ, ಇದರಲ್ಲಿ ಕ್ಯಾರೆಟ್ ಮತ್ತು ಆ್ಯಪಲ್ ಮತ್ತು ಪೀನಟ್ಸ್ ಇದೆ ಮತ್ತು ಮೊಸರು ಇದೆ. ಇದು ನಮ್ಮ ಹೊಟ್ಟೆ ಕರುಳಿನ ಅಂಶಕ್ಕೆ ಇದು ಆಗುತ್ತೆ, ಅಂದರೆ ಬೇಗ ಹಸಿವಾಗೋದಿಲ್ಲ. ಯಾಕಂದರೆ ಡಯಾಬಿಟಿಸ್ ಇದ್ದವರಿಗೆ ಬೇಗ ಹಸಿವಾಗ್ತದೆ ಮತ್ತು ಜೀರ್ಣಾಂಶ ಬೇಗ ಕಮ್ಮಿ ಆಗುತ್ತೆ, ಅಂದರೆ ಬೇಗ ಡೈಜೆಸ್ಟ್ ಆಗೋದಿಲ್ಲ. ಇದು ಹೆಲ್ಪ್ ಆಗುತ್ತೆ. ಹಾಗಾಗಿ ಬ್ಲಡ್ ಗ್ಲೂಕೋಸ್ ಲೆವೆಲ್ ಇನ್ಕ್ರೀಸ್ ಆಗೋದಿಲ್ಲ. ಮತ್ತು ಮಧುಮೇಹ ಸಲಾಡ್ ಅಂತ, ಇದರಲ್ಲಿ ಕುಕುಂಬರ್, ಟೊಮ್ಯಾಟೊ ಮತ್ತು ಸ್ವಲ್ಪ ಪೆಪ್ಪರ್ ಹಾಕಿ ಮಾಡಿರುವಂಥ ಸಲಾಡ್. ಇದರಲ್ಲಿ ಲೋ ಕ್ಯಾಲೋರೀಸ್ ಇರುವುದರಿಂದ ಇದು ಹೆಲ್ಪ್ ಆಗುತ್ತೆ. ವೆಯ್ಟ್ ಲಾಸಿಗೆ, ಅಂದರೆ ತುಂಬ ದಪ್ಪ ಇದ್ದವರಿಗೆ, ಡಯಾಬಿಟಿಸ್ ಇದ್ದವರಿಗೆ ಇದು ಹೆಲ್ಪ್ ಆಗುತ್ತೆ. ಮತ್ತು ಅರೋರಾ ಲಡ್ಡು ಅಂತ, ಅದಂದರೆ ಡ್ರೈ ಫ್ರೂಟ್ಸ್, ಮಿಕ್ಸ್ಡ್ ಡ್ರೈ ಫ್ರೂಟ್ಸ್ ಮಾಡೋದ್ರಿಂದ ಡೇಟ್ಸ್, ಕ್ಯಾಶ್ಯೂ ಮತ್ತು ದ್ರಾಕ್ಷಿ, ಖರ್ಜೂರ ಅದೆಲ್ಲ ಹಾಕಿ ಮಾಡಿರುವಂಥದ್ದು. ಇದಕ್ಕೆ ಜಾಗರಿ ಅಥವಾ ಶುಗರ್ ಏನು ಬಳಸದೆ ಮಾಡಿರೋದು. ಮತ್ತು ಡಯಾಬಿಟಿಕ್ ಫ್ರೆಂಡ್ಲಿ ಸಲಾಡ್ ಅಂದರೆ ಗುವಾ ಮತ್ತು ಪೈನಾಪಲ್. ಗುವಾದಲ್ಲಿ ಸಿಪ್ಪೆ ತೆಗೆಯದೆ ನಾವು ತಿನ್ನಬೇಕು, ಯಾಕಂದರೆ ಅದರಲ್ಲಿ ಸಿಪ್ಪೆಯಲ್ಲಿ ಐಸೋಸ್ಟ್ಯಾಚಿನ್ ಅಂತ ಒಂದು ಅಂಶವಿರೋದ್ರಿಂದ ಅದು ನಮ್ಮ ಫಾಸ್ಟಿಂಗ್ ಬ್ಲಡ್ ಶುಗರ್ ಲೆವೆಲನ್ನು ಕಮ್ಮಿ ಮಾಡಲಿಕ್ಕೆ ಹೆಲ್ಪ್ ಮಾಡ್ತದೆ.
ಮತ್ತು ಆಶ್ಗರ್ ಡಿಲೈಟ್ ಅಂದರೆ ಬೂದು ಕುಂಬಳಕಾಯಿ ಮತ್ತು ಅಲಸಂದೆ ಬೀಜ ಮತ್ತು ಮೊಸರು, ಅಂದರೆ ಬೇಗ ಡೈಜೆಸ್ಟ್ ಆಗುವುದಿಲ್ಲ ಅದು, ಆದ್ದರಿಂದ ಇದು ಹೆಲ್ಪ್ಫುಲ್ ಆಗಿರುತ್ತದೆ. ಮತ್ತು ಕ್ಯಾರೆಟ್ ಪುಟ್ಟು ಅಂದರೆ ನಮಗೆ ಯಾವತ್ತೂ ಖಾಲಿ ಕ್ಯಾರೆಟ್ ಫ್ರೂಟ್ಸ್ ಹಾಗೆ ತಿನ್ನೋದ್ರಿಂದ ನಾವು ಪುಟ್ಟುವಿಗೆ ಕ್ಯಾರೆಟನ್ನು ಹಾಕಿ ಇದು ಮಾಡ್ಬೋದು, ಅಂದರೆ ಅದು ಡಯಟ್ರಿ ಫೈಬರಲ್ಲಿ ರಿಚ್ ಆಗಿರೋದ್ರಿಂದ ಹಾಗೆ ಯೂಸ್ ಮಾಡ್ಬೋದು. ಹಾಗಾಗಿ ನಾವು ಕಂಟ್ರೋಲಲ್ಲಿ ಇಡ್ಬೋದು ಡಯಾಬಿಟಿಸನ್ನು, ಅಂದರೆ ಪೂರ್ತಿಯಾಗಿ ಕಡಿಮೆ ಮಾಡಲಿಕ್ಕಾಗೋದಿಲ್ಲ, ಕಂಟ್ರೋಲಲ್ಲಿ ಇಡ್ಬೋದು. Hi, Dr. Anju Mohammed, gynecologist at Malik Dinar Hospital. Today I am very happy to be at Dr. Roshita's Women Health Clinic. This is a nutritious week that these people are celebrating here. Even small changes in our lifestyle, yoga and exercise, healthy recipes can bring a drastic change in all the current problems that we are facing, like hypertension, diabetes, PCOD, weight gain. So I urge everybody to take small steps and improve their lifestyle. The exhibition that was conducted here today has given a remarkable insight how all the recipes can be made at home and can be used on a regular basis. Millets, ragi. She made a ragi cake that was so nice and yummy to taste. So let us all pledge today to take small steps, improve our health, improve our lifestyle, take healthy diet, exercise, include yoga into our day-to-day practice and move towards a healthy life. Thank you. ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക്, ഒന്നുകൂടെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്, ശ്വാസം എടുത്ത് നേരെ, ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ റിലീസ് ആൻഡ് റിലാക്സ്, റിലീസ്. കൈ റൊട്ടേറ്റ് ചെയ്യുക, മുന്നിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. 1